MG സ്ഥിരമായ ജ്യോതിഷത്തിനടുത്ത് പോലോ? ഇല്ല. ജ്യോതിഷം വായിക്കുന്ന കൂട്ടത്തിലാ. പറയുന്നതെല്ലാം തെറ്റല്ലേ? അങ്ങനെ വല്ലതും നടന്നിരുന്നെങ്കിൽ എന്നേ നന്നായി. നമ്മൾ എവിടെ എത്തിപ്പോയി? പിന്നെ അല്ലേ, അതൊന്നും അവരൊക്കെ ഒരു സയൻസ് എന്ന് പറയുന്നൊരു ചിന്ത, അതായത് എന്താണ് ഒരു തിയറി. ഇത് ലക്നാൽ മറ്റേ സൂര്യൻ അവിടെ നിൽക്കുമ്പോൾ ചന്ദ്രൻ 7 നിൽക്കുമ്പോഴത്തേക്ക് എന്നൊക്കെ പറയുന്ന ഒരു മാത്തമാറ്റിക്സ് ആണ്. അത് ശരിയാവണമെന്നില്ല. പക്ഷെ MG ശ്രീകുമാർ രേവതി നക്ഷത്രം എന്ന് പറയുന്നു. രേവതി മോഹൻലാലും രേവതിയാ. അത് ഏനും ജ്യോതി തമ്പ്രാനും ജ്യോതി എന്ന് പറയും. നമ്മൾ ഏനും പുള്ളി തമ്പ്രാനുമാണ്. ലാലും MG എന്നൊക്കെ പറഞ്ഞാല് എല്ലാം കൊണ്ടും ചേരേണ്ടവർ ചേരുന്ന പോലെയല്ലേ? അല്ലേ? അല്ല, ഞങ്ങൾ തമ്മിൽ നല്ല റാപ്പോർട്ടാണ്. വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പം ഈ ലാലിന്റെ ശബ്ദവുമായിട്ടുള്ള MGയുടെ ഒരു സാമ്യം, MG നന്നായി അറിയാവുന്ന ഒരാൾ അതിനെക്കുറിച്ച് സംസാരിക്കും. ശ്രീകുമാറിന്റെ ചേട്ടന്റെ ശബ്ദം എന്ന് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് എത്തുന്നത് മറ്റൊരു മുഖം കൂടിയാണ്. അത് മറ്റാരുടേതുമല്ല, ശ്രീ മോഹൻലാലിന്റെ മുഖമാണ്. അത് ചിത്രമായാലും ഭരതമായാലും കിരീടമായാലും ഈ ഗാനങ്ങൾ തന്നെ പിന്നീട് ഷൂട്ടിങ്ങിന് വേണ്ടി മോഹൻലാൽ ആലപിക്കുമ്പോൾ, ചുണ്ടനക്കുമ്പോൾ, ലിപ് മൂവ്മെന്റിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹമാണ് എന്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കലാകൗമുദിയിലുള്ള സെൽവരാജാണ്. വളരെ നല്ല പ്രശസ്തമായിട്ടുള്ളൊരു റൈറ്ററാണ്. ഞാൻ എന്റെ ഒരു പുസ്തകം ഞാൻ ഇറക്കുന്നുണ്ടോ, എന്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട്. അതിലെന്തെങ്കിലും ബോംബ് വരുന്നുണ്ടോ MG? ഒന്നുമില്ല. എന്താ MGക്ക് ചില കാര്യങ്ങൾ പറയാൻ മടി? MG ഇത്രമാത്രം സൂക്ഷിക്കുകയും ഇത്രമാത്രം കെയർഫുൾ ആകേണ്ട കാര്യം എന്താ? എന്ത് പറയാൻ പഠിക്കും? ആത്മകഥകളിലൊക്കെ എന്തൊക്കെ വരേണ്ടിരിക്കുന്നു. ഞാൻ പറയണത് ശരിയില്ലല്ലോ. ഒരു ബോംബ് ഇതുവരെ പറയാത്ത മനസ്സിൽ അങ്ങോട്ട് മുറുക്കി പിടിച്ചിരുന്ന പല കാര്യങ്ങളുണ്ടാവില്ല MG? ഞാൻ ഒന്നും മുറുക്കി പിടിച്ചിട്ടില്ല. എല്ലാം വളരെ ഓപ്പണായിട്ട്. MG നമ്മള് ഭാര്യയുടെ ആഗ്രഹം പൂർണ്ണമായി നടപ്പിലാക്കി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പകയാണ്. ഭാര്യ ഒരു പാട്ടും കൂടെ ചോദിച്ചിട്ടുണ്ട്. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാർത്തിങ്കള ഇതൾ വാർന്നൊരുൾ പൂവിന്റെ ഇതൾ തോറും നർത്തനമാടും തെന്നലായി വെണ്ണിലാവാ. ശരറാന്തൽ പൊന്നും പൂവും വാരിത്തൂവും ഒരു രാവിൽ വന്നു നീയൻ വാർത്തിങ്കള. ഈ വരിയാണ് MGയുടെ വൈഫിനെ ആകർഷിച്ചത്. ഏത്? ഒരു രാവിൽ വന്നു നീയൻ വാർത്തിങ്കള. ഓ, അർത്ഥപൂർണമായ വരികള് ജീവിതത്തിലേക്ക് ഒരു വാർത്തകളായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്. കാരണം എനിക്ക് എന്റെ വൈഫും അവക്ക് ഞാൻ. വേറെ ആരും വേണ്ട അതിനിടയിൽ. വേറെ ആരും അതിന്റെ ഇടയിൽ വേണ്ട. രവീന്ദ്രൻ മാഷാണ് ഫസ്റ്റ് ബ്രേക്ക്. ഒരുപക്ഷെ ഫസ്റ്റ് ബ്രേക്ക് MGക്ക് നേടിത്തന്ന രവീന്ദ്രൻ മാഷിന്റെ ഒരു പാട്ടും കൂടെ നമുക്ക് വേണം. തീർച്ചയായിട്ടും ഈ ഗാനമാണ് എനിക്ക് രവീന്ദ്രൻ മാഷിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും എനിക്ക് തന്ന പാട്ടും. പ്രേക്ഷകർക്ക് രവീന്ദ്രൻ മാസ്റ്ററിലെ ഞാൻ പാടിയ പാട്ടിൽ ഇഷ്ടമുള്ളത് ഇത് തന്നെയായിരിക്കും. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ നൊമ്പരം, കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം, ഗോപുരപ്പൊൻകോടിയിൽ അമ്പലപ്രാവിൻ മനം എന്ന് പറഞ്ഞു പോകുന്ന ഒരു പാട്ടുണ്ട്. അത് മനോഹരമായ ഒരു കമ്പോസിഷനാണ്. MGയുടെ കരിയർ പ്രൊഫഷണൽ ഒരു സ്പിൻ ഉണ്ടാക്കിയത് MGയുടെ ഒരു കീർത്തനാണ്, സ്വാമിനാഥൻ. ഇത് പക്ഷേ ആ ഒരു കീർത്തനം MGയെ കൊണ്ട് ആലപിക്കാതെ MGയുടെ ഈ അഭിമുഖം മുഴുമിക്കാൻ പറ്റില്ല. പക്ഷെ ആ കീർത്തനാണ് MGയുടെ എന്താ പറയാ ആ ചിത്രം എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സ്. പിന്നെ ആ എന്താ പറയാ പ്രിയനെ തന്നെ അത് ആവഹിച്ചു. അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഗോസ് ടു ശ്രീ മോഹൻലാൽ. മോഹൻലാലിന് മാത്രമാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. അതായത് മോഹൻലാലിന് മാത്രമേ ആ സ്വാമിനാഥയിലെ സ്വരങ്ങള് ഒറ്റ ഷോട്ടാണ്. തിയേറ്ററിൽ അന്ന് അത് റിലീസ് ചെയ്ത ദിവസം ആ 365 ദിവസം ഓടിയ ഒരു ചിത്രമാണ് ചിത്രം. അതിനകത്ത് 365 ദിവസവും ഈ പാട്ട് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ആ സ്വരങ്ങൾ പാടുന്ന ഷോട്ട് വരുമ്പോഴത്തേക്ക് കൈയടിയാണ്, ഭയങ്കര കൈയടിയാണ്. കാരണം
ഇനി ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഒറ്റ ഷോട്ടാണ്. അതായത് സാധാരണ സ്വരം പാടുമ്പോഴത്തേക്ക് ഒരു 2 സ്വരം എടുത്തിട്ട് വേറെ ഇപ്പുറത്തെ ആംഗിൾ, ഈ ആംഗിൾ, ടോപ്പ് ആംഗിൾ, സൈഡ് ആംഗിൾ എല്ലാം വെക്കും. ഇത് മോഹൻലാൽ ഒറ്റ ലിപ്പിൽ പാടിയിരിക്കുകയാണ്. സി സരി ഗമ പനി പപ മമ രി രി സരി സ സരി ഗമ പനി പപ മമ രി രി സരി സ മഗമ പനി പമ ഗമ രി രി സനി സരി ഗമ പഗമ പസാനി പമ രി രി സ രി സനി പസനി പമ നി പമ രി രി സരി ഗമ പസനി സരി സനി പമ രി സ രി സ സനി നി പപ മമ രി രി സനി സരി സ മഗ പമ നി പസനി രി സമ രി സനി പരി സനി പമ ഗമ രി സരി സ്വാമിനാഥ പരിപാലയാശുമാ ഒറ്റ ഷോട്ട്, ഒരു ഷോട്ട്. കാസറ്റ് കച്ചവടക്കാരൻ ഉസ്മാൻ ഇല്ലായിരുന്നെങ്കിൽ ആ കീർത്തനം വരില്ല. സത്യം. കാസറ്റ് ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്, വലിയ നിമിത്തമാണത്. കാരണം ഈ പാട്ട് ഞാൻ എന്റെ വീട്ടില് ഒരു മുറിക്കകത്ത് വെച്ചിട്ട് എന്റെ കൂട്ടുകാരൻ ശ്രീധരൻ പോറ്റിയും ഡെന്നീസൺ സൗണ്ട് എഞ്ചിനീയർ, എന്റെ ആദ്യം കാലം തൊട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ, എല്ലാവരും ഞങ്ങളെല്ലാം കൂടെ റെക്കോർഡ് ചെയ്തതാണ്. എന്തിനാണെന്നറിയോ? സാധാരണ ഈ പണ്ട് 48 മിനിറ്റാണ് ഒരു കാസറ്റ്. അപ്പൊ ആകെപ്പാടെ 40 മിനിറ്റ് തികഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഒരു കീർത്തനം എടുക്കാന്ന് വെച്ച് എടുത്തു. ഈ കീർത്തനം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് രഞ്ജിനി എന്ന് പറഞ്ഞതിനകത്തെ നടിക്ക് എന്തോ പിന്നെ അസുഖമായിട്ട് ഷൂട്ടിംഗ് ബ്രേക്കായി. ഇതിനിടയിൽ ഈ കാസറ്റ് റിലീസ് ചെയ്തു. റിലീസ് ചെയ്തപ്പോൾ എന്റെ അടുത്തൊരു സുഹൃത്ത് എന്റെ അടുത്ത് പറഞ്ഞു, ഈ പാട്ടുകൾ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ആ ശബരിമലയുടെ കൊക്കയിലോട്ട് എടുത്ത് എറിഞ്ഞെന്ന്. CD അല്ല കാസറ്റ്. അത് പറഞ്ഞ സുഹൃത്തിനെ എനിക്കറിയാം. ഞാൻ പറയില്ല. ഞാൻ പറയാം. അല്ലേ? നമ്മുടെ ജൂബിലി ജോയിയുടെ അനിയ ജിമ്മിയല്ലേ മറ്റേ ആളെടുത്താ കൊണ്ട് പാട്ട് കേൾപ്പിച്ചത്. അപ്പം അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രിയൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ശ്രീകുട്ടൻ നമുക്ക് ഈ പാട്ടിന്റെ ക്ലൈമാക്സ് ആയിട്ട് എടുക്കാം. അത് പ്രിയന്റെ ഏറ്റവും വലിയ ധൈര്യമാണ്. ഒരു പടത്തിന്റെ തീരുന്നതിന് 3 മിനിറ്റ് മുമ്പ് ഒരു സോങ്, ഒരു കീർത്തനം കൊണ്ടിടുക. അത് മോഹൻലാൽ വെച്ചിട്ട് അങ്ങ് അലക്കി. അങ്ങനെ ഇത് വീണ്ടും AVM സ്റ്റുഡിയോയിൽ ഞങ്ങൾ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് പിന്നെ ഇത് ഷൂട്ട് ചെയ്തത്. ഉസ്മാൻ എന്നുള്ള കാസറ്റ് കച്ചവടക്കാരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു കീർത്തനം എടുക്കുന്നു. അതോടൊപ്പം തന്നെ രഞ്ജിനിക്ക് വയറ്റുസുഖേട് പിടിക്കുന്നു. ഇത് രണ്ടും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ആ കീർത്തനം ഇല്ല. എത്ര ആൾക്കാരുടെ വയറ്റുസുഖേട്, ഉസ്മാൻ, അത് ഇത് ഇതൊക്കെയാണ് MG ഉണ്ടാക്കിയത്. ഇങ്ങനെയൊക്കെയാണ് എല്ലാ മനുഷ്യരും. പക്ഷെ MG വ്യത്യസ്തനാകുകയാണ്. തീർച്ചയായിട്ടും MGയുടെ ഏറ്റവും വലിയ വ്യത്യസ്തത എന്ന് പറയുന്നത് MGയുടെ ഈ സ്വഭാവമാണ്. MGയിലെ പച്ചയായ മനുഷ്യനെ അനാവരണം ചെയ്യാനാണ് ഞാൻ ശ്രമം നടത്തിയത്. MGയെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കൈമാറി. അതിൽ ഒരു പരിധിവരെ MGയുടെ പങ്കാളിത്തത്തോടെ വിജയിച്ചു എന്നുള്ള സംതൃപ്തിയിൽ തുടക്കം മുതൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചാനലാണ് കൈരളി ചാനൽ. കാരണം ഞാനിവിടെ കണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം നല്ല ഹൃദയമുള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് കൈരളി. മലയാള തനിമയുള്ള ഒരു ചാനലാണ്. ജീവിതത്തിൽ അങ്ങനെ ഒളിച്ചു വെക്കരുത് ഒരു കാര്യങ്ങളും എന്നുള്ളതാണ് എന്റെ ഒരു തിയറി. കാരണം അത് വെച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ മനസ്സ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. MG എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇഷ്ടമുള്ള അന്തിപ്പൊൻവട്ടം. അന്തിപ്പൊൻവട്ടം കടലിൽ നെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചപ്പ് വിണ്ണിൻ മാണിക്കച്ചപ്പ് താനാ തിന്തര 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 തനന തിന്തര തിന്തര താനാ തിന്തര 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 തനന തിന്തര തിന്തര. അന്തിപ്പൊൻവട്ടം കടലിൽ നെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചപ്പ് വിണ്ണിൻ മാണിക്കച്ചപ്പ്.